എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മനു പറയുന്നുണ്ട്, ഞങ്ങൾ അവിടെ ചെന്നിട്ട് ശരണ്യെ കാണാൻ പോയി എന്ന്. അതായത് നിങ്ങൾ ശരണ്യം കാണാൻ പോയോ എന്ന് ശിവൻ ചോദിക്കുമ്പം, അച്ഛാ ഞാൻ പോയത് ഹരിയുടെ കാര്യം പറയാൻ വേണ്ടിയല്ല, ഞാൻ അവിടെ ഉള്ള സമയത്താണ് ഷാജി എന്ന് പറയുന്ന ആ ഓട്ടോക്കാരനില്ലേ, അയാൾ അലീനെ കാണാൻ വന്നത്. അയാളാണ് അന്ന് അവളെ ആ ദുരന്തത്തിൽ നിന്ന് രക്ഷിച്ചത്. ഏതായാലും അയാൾ വന്നത് ശരണ്യയ്ക്ക് അലീനെ കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറയാനായിരുന്നു. അതുകൊണ്ട് ഞാൻ അലീനയും കൂട്ടി ശരണ്യെ കാണാൻ പോയി എന്ന് പറയുവാണ്. അന്നത്തേക്കും കമൽ ചാടി നിന്നിട്ട്, എന്നിട്ടും നീ ഹരിമോനെ കുറിച്ച് അവളോടൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുവാണ്. അന്നേരം മനു പറയുന്നുണ്ട്, എനിക്കത് പറയാൻ തോന്നിയില്ല, എന്നിട്ടും വളരെ ബുദ്ധിമുട്ടി ഞാൻ അവളോട് ഈ കാര്യം സൂചിപ്പിച്ചു. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, രോഹിത്തിന് വേണ്ടി പോലും, ഒരു തെറ്റും ചെയ്യാത്ത രോഹിത്തിന് വേണ്ടി പോലും ശരണ്യയോട് അലീന സംസാരിച്ചിട്ടില്ല. അങ്ങനെയുള്ളിടത്താണ് ഞാൻ ഈ കാര്യം അവളോട് പറഞ്ഞപ്പം അതിൻ്റെ തക്കതായ മറുപടിയും അവളുടെ വായിൽ നിന്ന് കിട്ടി. അതെന്താണെന്ന് കൂടി അമ്മ അറിഞ്ഞോ എന്ന് പറഞ്ഞിട്ട് മനു കമലയോട് പറയുവാണ്, അലീന പറഞ്ഞത് മറ്റൊരാളുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് സ്വന്തമായിട്ട് ജീവിക്കാൻ അവകാശമില്ല എന്നാണ്. അതുകൊണ്ട് ഇനി എനിക്ക് പറയാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. അന്തേക്കും കമല, ഓ അതൊക്കെ കേട്ട് നീ ഇങ്ങ് പോകുന്നല്ലേ, ഒരു അഴകുഴമ്പൻ സ്വഭാവമാണ് നിനക്ക്, സ്വന്തം കൂടപ്പിറപ്പിനോട് നിനക്ക് ലെവലേശം സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെയൊന്നും പെരുമാറില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇങ്ങനെ കിടന്ന് പറയുക. അന്നേരം മനു ചോദിക്കുന്നുണ്ട്, പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു, അവളെ കാല് പിടിക്കണമായിരുന്നോ, എൻ്റെ അഭിമാനം കൂടി കളയണമായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പം, അങ്ങനെ കാല് പിടിക്കൂടാ, കുടുംബസ്നേഹം ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ കാലും പിടിക്കും എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട്, എനിക്ക് അത്രയും കുടുംബസ്നേഹമൊന്നുമില്ല, അവളോട് അവൻ ചെയ്ത ദ്രോഹം എത്രത്തോളം ഉണ്ടെന്ന് അമ്മയ്ക്കറിയാം, എന്നിട്ട് അമ്മ പിന്നെ ഇങ്ങനെ സംസാരിക്കരുത്, പിന്നെ കുടുംബസ്നേഹം അമ്മയ്ക്ക് ഒരുപാടുണ്ടെങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യേ, അലീനയോട് പോയി മോൻ്റെ കാര്യം അമ്മ തന്നെ സംസാരിക്കുക എന്ന് പറയും. അന്തേക്കും കമല, പിന്നെ ആ വേലക്കാരിയുടെ കാല് പിടിക്കാൻ ഞാൻ ഏതായാലും ഈ ജന്മം അത് നടക്കുകയില്ല എന്നൊക്കെ പറയുമ്പം മനു പറയുവാണ്, എങ്കിലും ഒരു കാര്യം കൂടി അമ്മ അറിഞ്ഞു, ഞാൻ അവളോട് ഹരിയുടെ കാര്യം മാത്രമല്ല മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുവാണ്. അന്നേരം അന്തം വിട്ട് നോക്കുന്നുണ്ട്. അന്നേരം മനു പറയുന്നുണ്ട്, ഞാൻ അവളോട് അവളെ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും അവളെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്നുകൂടി പറഞ്ഞിട്ടാണ് വന്നത് എന്ന് പറയുമ്പോഴേക്കും, ആഹാ കൊള്ളാലോ, കണ്ണും കൈയും കാണിച്ച് അവൾ കയറി പിടിച്ചേക്കുന്ന പുളുങ്കൊമ്പയിലാണല്ലോ, ഏതായാലും അതൊന്നും ഈ വീട്ടിൽ നടക്കുകയില്ല, എനിക്ക് കൊക്കിന് ജീവനുണ്ടെങ്കിൽ അത് നടക്കുകയില്ല മനു എന്ന് പറയുക. അന്നേരം മനു പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്, അത് അവളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് പറയും. അന്നേക്കും ഇതെന്നതായി ശിവേട്ടൻ ഇതെല്ലാം കേട്ടിട്ട് മിണ്ടാതിരിക്കുന്നത്, നിങ്ങൾക്കൊന്നും അവനോട് പറയാനില്ലേ എന്ന് ചോദിക്കുമ്പം ശിവൻ പറയുന്നുണ്ട്, എടാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചെടുക്കണമെന്ന്. അന്നേരം മനു പറയും, ഞാൻ നന്നായിട്ട് ആലോചിച്ചു കുറച്ച് നാൾ, എന്നിട്ടെടുത്ത തീരുമാനമാണ്, എൻ്റെ തീരുമാനം ഇനി മാറില്ല എന്ന് അച്ഛന് നന്നായിട്ട് അറിയാമല്ലോ, പിന്നെ അവളെ വിവാഹം കഴിക്കാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആളും ഏറ്റവും അവകാശമുള്ളതും എനിക്കാണ് എന്ന് അച്ഛൻ അറിയാലോ, അത് അമ്മയ്ക്ക് അറിയത്തില്ലെങ്കിൽ അച്ഛൻ സൗകര്യം പോലെ അമ്മയ്ക്കൊന്ന് പറഞ്ഞു കൊടുത്തേരെ എന്ന് പറഞ്ഞിട്ട് മനു അങ്ങ് പോവാണ്. അന്തെങ്കിലും കമല പുറകെ ചെല്ലും, എടാ ഇതൊന്നും നടക്കുകയില്ല, നീ അവളെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ വീട്ടിൽ ഞാൻ കാണുകയില്ല എന്ന് പറയുമ്പോൾ മനു പറയും, അതൊക്കെ അമ്മയുടെ ഇഷ്ടം, ഏതായാലും ഞാൻ രാവിലെ ഇവിടുന്ന് പോയതാണ്, ഡ്രൈവിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നതാണ്, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാൻ പോകാമെന്ന് പറഞ്ഞ് കമല അങ്ങ് കയറി മനു അങ്ങ് കയറിപ്പോവും. അന്തേയും കമല ശിവൻ്റെ അടുത്ത് വന്നിട്ട്, ഇതെന്താ ശിവേട്ടാ, നിങ്ങൾ എന്താ ഇതെല്ലാം കേട്ടിട്ട് ഒന്നും മിണ്ടാതെ നിന്നത്, ഒന്നും എതിർക്കുക പോലും ചെയ്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പം ശിവൻ പറയും, ഞാൻ പറഞ്ഞല്ലോ അവനോട് ആലോചിച്ച് തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഓ ഒരു വേലക്കാരിയെ വിവാഹം കഴിക്കുന്ന കാര്യത്തിലാണോ നിങ്ങൾ ആലോചിച്ച് തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞത്, അങ്ങനെയായിരുന്നോ ചെയ്യേണ്ടത്, ശിവശങ്കര മേനോന് ഇത്രയും ആത്മാഭിമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ കമല അങ്ങനെയല്ല, കമലയുടെ അഭിമാനം ആരുടെയും മുമ്പിൽ അടിയറ വെച്ചിട്ടില്ല, ഇനി വെക്കാനും പോകുന്നില്ല, കമല ആരുടെയും മുമ്പിൽ പോയി മുട്ടുകുത്തുമില്ല, ഇങ്ങനെ തന്നെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കമല അങ്ങ് പോകും. ഇതെല്ലാം പറയുമ്പം ശിവൻ പറയുന്നുണ്ട്, കേട്ടോ എൻ്റെ പൊന്നു കമല, നീ രാവിലെ തൊട്ട് എൻ്റെ ചെവി തിന്നുന്നതല്ലേ, എനിക്ക് ഇത്തിരി സ്വൈര്യവും മനസമാനം താ എന്നൊക്കെ ശിവനും പറയുന്നുണ്ടായിരുന്നു. ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞിട്ട് കമല അങ്ങ് പോയി കഴിയുമ്പോൾ ചെറിയൊരു ആശ്വാസമുണ്ട് ശിവന്. പിന്നെ കാണിക്കുന്ന അലീന രോഹിത്തിൻ്റെ തലമുടി വെട്ടുവാണ്. ഇത് കണ്ടുകൊണ്ട് വാതയ്ക്കൽ ബാലേന്ദ്രനും അതുപോലെ കൃഷ്ണമോളും റൂമിനകത്ത് കട്ടിലേക്ക് കയറി ബബുദിയും ഒക്കെ ഇരിപ്പുണ്ട്. ഇങ്ങനെ മുടി വെട്ടുന്ന 3 പേരുടെ വലിയ അതിശയത്തോടു കൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേയൊക്കെ വെട്ടിയിട്ട് അതൊന്ന് നേരിയിട്ടിട്ട് അലീന രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, നമുക്കിതങ്ങ് മൊട്ടയടിച്ചാലോ എന്ന്. അന്നേരം വാതയ്ക്ക് നിന്നുകൊണ്ട് ബാലേന്ദ്രൻ പറയും, അതെ മൊത്തത്തിലങ്ങ് മൊട്ടയടിക്കണ്ട കേട്ടോ, ഉച്ചയ്ക്ക് കുറച്ച് നിർത്തിയേരേ എന്ന്. അന്നേരമാണ് അലീന ഇവരവിടെ നിൽക്കുന്നത് കാണുന്നേ. അച്ഛന് നിൽപ്പുണ്ടായിരുന്നോ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ, എടി നിനക്ക് ഈ പണിയൊക്കെ അറിയാമെങ്കിൽ എന്തിനാ ഇവിടെ വന്ന് ഈ ജോലി നോക്കുന്നതെന്ന് ചോദിക്കുമ്പം അലീന പറയുവാണ്, അതേ മൂലധനം മുടക്കാനില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ പണ്ടേ ഞാനൊരു സലൂൺ തുടങ്ങിയേനെ എന്ന്. അന്നേരം ബാലേന്ദ്രൻ, ആഹാ അപ്പോൾ ഇവിടുന്ന് പോയാലും നീ ജീവിക്കുമല്ലേ എന്ന് ചോദിക്കുമ്പം, പിന്നെ എന്ത് ജോലി എടുത്താണെങ്കിലും ഞാൻ ജീവിക്കുമെന്ന് പറയും.
എങ്കിലായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങ് പോവാണ്. അത് കഴിഞ്ഞ് അലീന ഒന്നുകൂടെയൊക്കെ ഒന്ന് ഷേപ്പാക്കിയൊക്കെ എടുക്കുന്നുണ്ട്. അന്നേരം ഇത് കണ്ടുകൊണ്ട് കൃഷ്ണമോളും അതുപോലെ ബബിത അവിടെ തന്നെ ഇരിപ്പുണ്ടേ. കുറേയൊക്കെ വെട്ടിയിട്ട് കണ്ണാടി എടുത്ത് കാണിക്കും രോഹിത്തിനെ. എന്നിട്ട് എങ്ങനെയുണ്ട്, കൊള്ളാവോ എന്ന് ചോദിക്കുമ്പോൾ കൊള്ളാം എന്ന് പറയുവാണ് രോഹിത്ത്. അന്നേരം കണ്ണാടി എടുത്ത് മാറ്റി വെച്ചിട്ട് അലീന താടിയിലൊക്കെ ഒന്ന് പിടിച്ചു നോക്കുക. എന്നിട്ട് ഈ താടിയിൽ കൂടി ഞാൻ കൈ വെക്കണോ എന്ന് ചോദിക്കുക. അന്നേരം വേണ്ട, അത് ഞാൻ ക്ലീൻ ചെയ്തോളാം, വെട്ടിക്കോളാം എന്ന് പറയുവാണ്. അന്നേരം അലീന രോഹിത്തിനോട് പറയും, എങ്കിൽ പോയി നല്ല വൃത്തിയായിട്ട് കുളിച്ച് താടിയൊക്കെ ഒന്ന് ഡ്രിം ചെയ്ത് മിടുക്കനായിട്ട് ഇറങ്ങി വാ എന്ന് പറയുവാണ്. അങ്ങനെ രോഹിത്ത് നേരെ ബാത്റൂമിലേക്ക് കുളിക്കാനായിട്ട് കയറി പോകുന്നു. ഇവരൊക്കെ അവിടെ നിൽക്കുമ്പോൾ അവരെ ഒന്ന് നോക്കുക മാത്രമേ ഉള്ളൂ, അവരോട് ആരോടും മിണ്ടില്ല കേട്ടോ രോഹിത്ത്. ഏതായാലും റൂമിൽ കയറിയതിന് ശേഷം രോഹിത്ത് ഇങ്ങനെ പഴയ കാര്യങ്ങൾ കുറേ ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. അലീനയോട് പെരുമാറിയ രീതികളും അതുപോലെ ഓരോ സംഭവങ്ങളുണ്ടായല്ലോ ജയിലിൽ വെച്ച് അലീന ഭയങ്കര വിഷമത്തോടെ ഇങ്ങനെ ഭയങ്കര സഹതാപത്തോടു കൂടി രോഹിത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയൊരു സീനുണ്ട്. അതൊക്കെ അവൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ കുറേ ബാക്കിലോട്ട് പോയി പോലീസുകാർ കൊണ്ടുപോകുന്നതും അവിടെ വിഷമിച്ച് നിൽക്കുന്നതൊക്കെ അവൻ്റെ മനസ്സിലേക്ക് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് അവൻ കുളിക്കാൻ തുടങ്ങുവാണ്. കുറേ കഴിഞ്ഞ് അലീന രോഹിത്തിനുള്ള ഭക്ഷണം ഡൈനിങ് ടേബിളിൽ നിന്ന് വിളമ്പെടുക്കുവാണ്. അന്നേരം അങ്ങോട്ടേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ബാലേന്ദ്രനും കൃഷ്ണമോളും ഭവതിയൊക്കെ വന്ന് ഇരിപ്പുണ്ട്. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, ഇനിയും എന്തിനാണ് ഈ ഭക്ഷണം അവന് റൂമിൽ കൊണ്ട് കൊടുക്കുന്നത്, അവന് പനിയൊക്കെ കഴിഞ്ഞില്ലേ, ഇനി ഞങ്ങളുടെ കൂടെ ഇവിടെ വന്നിരുന്ന് കഴിക്കാൻ മേലെ എന്ന് ചോദിക്കുമ്പം അലീന പറയും, അവൻ എല്ലാവരും ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടാച്ച, അതുകൊണ്ടാണ് എന്ന്. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, വീട്ടിലുള്ളവരെ ഫേസ് ചെയ്യാൻ അവന് ബുദ്ധിമുട്ടാണെങ്കിൽ അവൻ എങ്ങനെയാണ് പുറത്തിറങ്ങുന്നത്, അതുകൊണ്ട് അങ്ങനെ എപ്പോഴും അങ്ങോട്ട് കൊണ്ട് കൊടുക്കേണ്ട കാര്യമില്ല, നീ പോയി അവനോട് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ എന്ന് പറയും. അന്നേരം എന്നാൽ ഞാൻ പറയാം എന്ന് പറഞ്ഞാൽ അലീന അങ്ങോട്ട് പോവേ. അന്നേരം ബബിത പറയും, അച്ഛാ രോഹിത്തിനെ ഇറങ്ങി വരികയല്ല, വെറുതെ വിളിക്കുന്നതാണ് എന്ന്. അന്നേരം നീ ആണോ അവൻ്റെ PA, അവൾ പോയി വിളിക്കട്ടെ, ഇറങ്ങി വരുമെന്ന് നോക്കാലോ എന്ന് പറയുവാണ്. ഏതായാലും രോഹിത്ത് കുളിയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി വന്ന് കുറച്ച് നേരം കണ്ണാടി സ്വന്തം സൗന്ദര്യമൊക്കെ ഒന്ന് നോക്കിക്കൊണ്ട് നിൽക്കും. അത് കഴിഞ്ഞ് ഒരു ടീഷർട്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അലീന റൂമിലോട്ട് ചെല്ലുന്നത്. അലീന രോഹിത്തിനെ കണ്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. എന്നിട്ട് എന്ത് രസമോ ഇപ്പോൾ കാണാൻ, നല്ല സുന്ദര കുട്ടനായി, ആ പഴയ പേക്കോലൊക്കെ എവിടെയോ പോയി എന്നിങ്ങനെ പറയുമ്പം രോഹിത്ത് പറയുന്നുണ്ട്, ശരിയാ, കുറച്ച് വൃത്തിയും മെനയൊക്കെ ആയല്ലേ, ഒരു എനർജിയൊക്കെ എനിക്കും തോന്നുന്നുണ്ട് എന്ന്. അന്നേരം അലീന പറയും, ഇപ്പം നീ മിടുക്കനായി, ഇങ്ങനെ തന്നെ ഇനി മുന്നോട്ട് പൊയ്ക്കോണം എന്ന്. എന്നിട്ട് പറയുവാണ്, ഞാൻ ഇങ്ങോട്ട് വന്നത് വേറെ ഒന്നിനും അല്ല, നിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കാനാണ് എന്ന്. അന്നേരം ഇനി ഞാൻ അവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കണോ, എനിക്ക് പറ്റിയല്ല, എനിക്ക് ആരെയും ഫേസ് ചെയ്യാൻ പറ്റിയല്ല എന്നിങ്ങനെ പറയുമ്പം അലീന പറയുന്നുണ്ട്, അങ്ങനെയൊന്നും വിചാരിക്കരുത്, നീ താഴെ ഇറങ്ങി വരണം, അതുപോലെ മുറ്റത്തും അതുപോലെ റോഡിലും ഒക്കെ ഇറങ്ങി നടക്കണം, അങ്ങനെയല്ലേ ചെയ്യേണ്ടത്, നീ ഇങ്ങനെ ഒളിച്ചിരിക്കാൻ നീ പിടികിട്ടാ പുള്ളി വല്ലതും ആണോ എന്ന് ചോദിക്കുമ്പം രോഹിത്ത് പറയുന്നുണ്ട്, എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അതൊക്കെ പതിയെ ശരിയായിക്കോളും, ഇപ്പം എന്താ ആൾക്കാർ എനിക്ക് ചോറ് ഇങ്ങോട്ട് കൊണ്ടുതരാമോ എന്ന് ചോദിക്കും. പറ്റത്തില്ല, നീ അങ്ങോട്ട് വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അലീന ഇറങ്ങി പോവാം. അന്നേരം അലീനച്ചിന്ന് ഇങ്ങനെ പുറകെ നിന്ന് വിളിക്കുക കേട്ടോ രോഹിത്ത്. അതൊക്കെ അലീനയ്ക്ക് ഭയങ്കര സന്തോഷം. അലീന ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ തിരിഞ്ഞു നിൽക്കും. എന്നിട്ട് ഇങ്ങനെ ആകാംക്ഷയോട് ഇങ്ങനെ അത്ഭുതത്തോടു കൂടി ഇങ്ങനെ ചോദിക്കുകയാണ്, മോനെ നീ അത് അറിഞ്ഞുകൊണ്ട് വിളിച്ചതാണോ അതോ അബദ്ധത്തിൽ നിൻ്റെ വായിൽ നിന്ന് വന്നതാണോ എന്ന്. അന്നേരം അല്ല, ഞാൻ വിളിച്ചതാണ്, കൃഷ്ണമോളും ബബിതയും ഒക്കെ വിളിക്കുന്നില്ല, അങ്ങനെ ഇനി ഞാനും കൂടിയല്ലേ വിളിക്കാനുള്ളൂ എന്ന് ചോദിക്കുന്നതെങ്കിൽ ഭയങ്കര സന്തോഷം കേട്ടോ അലീനയ്ക്ക്. അലീന പറയുന്നുണ്ട്, നീ എന്നെ എന്തൊക്കെ വിളിച്ചിട്ടുണ്ട്, എന്നോട് വഴക്കിട്ടിട്ടുണ്ട്, ചീത്ത പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ ഒരൊറ്റ വിളിയിൽ എൻ്റെ ആ സങ്കടങ്ങൾ മൊത്തം പോയിട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരച്ചിൽ വരുവാണ് അലീനയ്ക്ക്. അലീന പറയുന്നുണ്ട്, നീ എന്നെ സ്നേഹത്തോടെ അലീന ചേച്ചി എന്നൊന്ന് വിളിക്കുന്നത് ഞാൻ എന്തോ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടെന്നറിയാവോ, എനിക്ക് എന്ത് സന്തോഷമായെന്നറിയാവോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞുവാനുണ്ട്. അന്നേരം രോഹിത്ത് അലീനയോട് പറയുവാണ്, ചേച്ചി ഇന്നൊരു ദിവസത്തേക്ക് കൂടെ എനിക്ക് ഭക്ഷണം ഇവിടെ തരാമോ, നാളെ തൊട്ട് ഞാൻ താഴെ വന്നിരുന്ന് കഴിച്ചോളാം, ഇന്നൊരു ദിവസത്തേക്ക് കൂടെ മതിയെന്ന്. അന്നേരം ആയിക്കോട്ടെ കൊണ്ടുതരാം എന്ന് പറഞ്ഞ് അലീന താഴേക്ക് ഇറങ്ങി പോകുന്നു. താഴെ ചെല്ലുമ്പോഴത്തേക്കും ബാലേന്ദ്രനൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അന്നേരം അവർ ചോദിക്കും, എന്തേ അവനിങ്ങോട്ട് ഇറങ്ങി വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പം, ഇന്നൊരു ദിവസത്തോടെ അവന് റൂമിൽ കൊടുക്കാമോ എന്ന് ചോദിച്ചു, ഇത്രയും ദിവസം നമ്മൾ കൊടുത്തതല്ലേ വെച്ചാൽ ഈ ഒരു ദിവസത്തോടെ അവൻ അവിടെ ഇരുന്ന് കഴിക്കട്ടെ എന്നിങ്ങനെ പറയുക. അന്നേരം നീ അവൻ പറയുന്നത് കേട്ട് അനുസരിച്ച് ഇങ്ങ് പോന്നോ, ശരിക്കും അവനോട് വരാൻ പറയാൻ മേലായിരുന്നു എന്ന് ചോദിക്കുമ്പം, അച്ഛാ ഒരു ദിവസത്തോടെ കൊടുക്കുക, പാവമല്ലേ എന്നൊക്കെ പറയുവാണേ. അന്നേരം ആയിക്കോട്ടെ, ഞാൻ ഇനി അതിൻ്റെ അകത്ത് ഇടപെടാൻ വരുന്നില്ല എന്ന് പറയുമ്പോൾ, ഓ അന്തിക്ക് അച്ഛൻ പിണങ്ങിയോ എന്ന് ചോദിക്കും. അന്നേരം ഇല്ലേ എന്നിങ്ങനെ പറയുവാണ് ബാലേന്ദ്രൻ. അന്നേരം മോള് പറയുന്നുണ്ട്, അലീന ചേച്ചി പറഞ്ഞ നേരാണ്, ഒരു ദിവസത്തോടെ കൊടുക്കാമെന്ന്. അന്നേരം അല്ലെങ്കിലും പണ്ട് തൊട്ട് നീ അവളുടെ സൈഡാണല്ലോ എന്നിങ്ങനെ ബാലേന്ദ്രൻ പറയുമ്പോൾ, പിന്നെ അതിൻ്റെ ഫൗണ്ടറാണ് ഇവിടെ നിന്ന് എന്നോട് സംസാരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് കൃഷ്ണമോള്. ഏതായാലും എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുന്നു. ഏതായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ. ഇനി നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ കാണിക്കുന്നുണ്ട്. അതിൽ ടോണി മാമച്ചാനെയൊക്കെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് എന്നെ കാണാൻ വന്നേ, ഷെറിനെക്കുറിച്ചൊക്കെ നിങ്ങൾ അന്വേഷിച്ചല്ലോ, എന്തായിരുന്നു കാരണം എന്നൊക്കെ ചോദിക്കുന്നു. കുറേ ചോദിച്ച് കഴിയുമ്പോൾ അവർ കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നുണ്ട്. ഷെറിൻ പ്രഗ്നൻ്റ് ആയിരുന്നല്ലോ, ആ കുട്ടിയുടെ അച്ഛനാകെ
പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളുടെ മകനാണ് എന്ന്. ഇതെല്ലാം കഴിഞ്ഞ് രേവതിക്കുട്ടി ഗ്രേസിയമ്മയുടെ മകൻ്റെ റൂമൊക്കെ കൊണ്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കണ്ടിട്ട് ഭയങ്കര സങ്കടത്തോടെ അവിടെ നിന്ന് ഇറങ്ങി പോകണ ടോണിയും കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജയന്തിയാണ്. വൈജയന്തിയുടെ റൂമിൽ പോയി തട്ടുന്നു അലീന. അന്നേരം വാതിൽ ഓർന്നിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, എങ്ങനെ കിടക്കുന്നു, എന്തൊക്കെ തിന്നുന്നു എന്നൊന്നും നീ അന്വേഷിക്കേണ്ട, നീ ആരാ അത് അന്വേഷിക്കാൻ എന്നൊക്കെ ചോദിക്കുന്നു. അന്നേരത്തേക്കും അലീന അവിടുന്ന് പോരുന്നു. എന്നിട്ട് ഈ കാര്യം ബാലേന്ദ്രനോട് പറയുന്നുണ്ട്. ബാലേന്ദ്രൻ ദേഷ്യം വന്നിട്ട് വൈജയന്തിയുടെ റൂമിൻ്റെ അങ്ങോട്ട് പോകുന്നതും തടയാൻ ചെല്ലുന്ന അലീനയൊക്കെ കാണിക്കുന്നുണ്ട്. മിക്കവാറും ആ അഹങ്കാരത്തിനുള്ള പണി വേറെ ബാലേന്ദ്രൻ കൊടുക്കുമായിരിക്കും. ഏതായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്.